ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു കോവക്ക ഫ്രൈയാണ്. അപ്പം അതിന് ഏകദേശം 1/2 കിലോ കോവക്ക എടുത്തിട്ടുണ്ട്. വേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, ആവശ്യത്തിന് ഉപ്പ്, അരിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഗരം മസാല, പിന്നെ വറുക്കാനുള്ള എണ്ണ. ഇത് രണ്ടും കൂടെ ഒന്ന് ചതച്ച് പേസ്റ്റാക്കി എടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും, അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിച്ചാലും മതി. പിന്നെ ഏറ്റവും പ്രധാനം ഈ കോവക്ക അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കോവക്ക ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ബേസിൻ്റെ അകത്ത് ഇട്ടിട്ട് ഈ പൊടികളെല്ലാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇതിലേക്കെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഗരം മസാല, അരിപ്പൊടി. ഇത് മിക്സ് ചെയ്യുമ്പോൾ അധികം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ഇതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിനിടും. ഇപ്പോൾ നമ്മളിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുന്നു. പിന്നെ നോക്കിയിട്ടിടാം. ഒരെണ്ണമെടുത്ത് നമ്മളൊന്ന് ഉപ്പ് നോക്കുക. ഉപ്പ് കറക്റ്റാണ്. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 15 മിനിറ്റ്. എന്നിട്ട് നമുക്ക് വറുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് നമ്മളിത് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കുക. ഇതൊരുമാതിരി കോരാറായിട്ടുണ്ട്. ഇതുപോലെ കുറേശ്ശെ ഇട്ട് ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കും. ഇതിന് ഒരു ഇച്ചിരി പുളി ആവശ്യമുണ്ട് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിൻ്റെ അകത്ത് പിഴിഞ്ഞ് ചേർക്കാവുന്ന. ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് നാരങ്ങ നീരൊന്നും ഒഴിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് പുളി ഇഷ്ടമല്ല. പുളി ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി നാരങ്ങ നീരൊഴിക്കാവുന്ന. നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം. നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ തേങ്ങാക്കൊത്ത്, പച്ചമുളക്, വേപ്പില, ഇത്ര സാധനങ്ങൾ വറുത്തിടാനുള്ളതാണ്. തിന്നുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട്. ആദ്യം തേങ്ങാക്കൊത്ത് ഇതുപോലെ. തേങ്ങാക്കൊത്ത് ഒരുമാതിരി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി അത് കോരിയിട്ട് നമ്മൾ പച്ചമുളകും വേപ്പിലയും വറുത്ത് കോവക്ക ഫ്രൈ റെഡിയായി. അതിൻ്റെ പുറത്ത് കുറച്ച് മുളകും തേങ്ങാക്കൊത്തും ഒക്കെ വറുത്തിട്ടിരിക്കും. ഇത് നമുക്ക് ഈ 4 മണി പലഹാരം പോലെ പറക്കി തിന്നാവുന്നതാണ്. ടേസ്റ്റിയാ. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.